ഒരായുസിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട വേദനകൾ ആ പിഞ്ചു ശരീരം അനുഭവിച്ചത് വെറും 1.5 മാസം കൊണ്ട്. കുഞ്ഞു കാലുകളുടെ ഓരോ വിരലുകളും വളരെ ക്രൂരമായി പൊള്ളിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് നിറഞ്ഞുപോയി. നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി 4 വാരിയെല്ലുകൾ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങളിൽ കയറി. 2026 മെയ് 29 നെടുമങ്ങാട്ടെ ഒരു വാടക വീട്ടിൽ നിന്നും തുടർച്ചയായി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കഴിഞ്ഞ 5.5 മാസമായി ഈ കുടുംബം ആ വീട്ടിൽ താമസക്കാരാണ്. എന്നാൽ 1.5 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിലാണ്. എന്നും പതിവായി കേൾക്കുന്ന കരച്ചിലിന് വിപരീതമായി വല്ലാത്തൊരു ദയനീയമായ കരച്ചിലായിരുന്നു അന്ന് മുഴുവൻ. നാട്ടുകാരിൽ ചിലർ കാര്യമന്വേഷിക്കാനായി ആ വീട്ടിലേക്ക് എത്തി. ഒരു വിജനമായ പ്രദേശത്തായിരുന്നു ആ വാടക വീട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്കധികം വ്യക്തമായി കേൾക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താതെ കേൾക്കുന്നുണ്ട്. ഇന്ന് ആ കരച്ചിൽ വളരെ അസഹനീയമായപ്പോഴാണ് നാട്ടുകാരിൽ ചിലർ ആ വീട്ടിലേക്ക് എത്തിയത്. പൊതുവെ ഇന്നത്തെ കാലത്ത് ആരും മറ്റൊരു വീട്ടിലേക്ക് അവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കഴിഞ്ഞ 1.5 മാസമായി ആ നാട്ടുകാർ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്. പൊതുവെ ആ വീട് കാണാനും ഒരു വിജനമായ സ്ഥലത്തായിരുന്നു. നാട്ടുകാരിൽ ചിലർ ആ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു. എന്നാൽ ആ വീട്ടിൽ കണ്ടത് തന്റെ കുഞ്ഞിനെ മടിയിലെത്തി ചോറ് കൊടുക്കുന്ന ഒരു അച്ഛനെയാണ്. എന്നാൽ ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് തോന്നിയില്ല. കാരണം ആ കുഞ്ഞിന്റെ കണ്ണുകൾ അടഞ്ഞായിരുന്നു ഇരിക്കുന്നുണ്ടായത്. തറയിലാകെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ. കുഞ്ഞിന്റെ ദേഹത്തും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അത് മാത്രവുമല്ല, കുഞ്ഞ് വല്ലാതെ കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു. നാട്ടുകാർ കാര്യം തിരക്കിയപ്പോൾ കുഞ്ഞിന്റെ പിതാവായിട്ടുള്ള അഷ്കർ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ പലതവണ ഛർദ്ദിച്ചു എന്നായിരുന്നു. ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ടാവാം ഇത്രയും അധികം കരഞ്ഞത്. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഒരു വണ്ടി വിളിച്ചു. ആദ്യം ആശുപത്രിയിലേക്ക് പോരാൻ അഷ്കർ തയ്യാറായിരുന്നില്ല. കുഞ്ഞിന്റെ അച്ഛന്റെ ഇത്തരത്തിലുള്ള പരിങ്ങൽ കണ്ടതുകൊണ്ടായിരിക്കാം നാട്ടുകാരിൽ ചിലർ ആ കുഞ്ഞിന്റെ അമ്മയെ അന്വേഷിച്ചു. തമിഴ്നാട്ടിലെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയിരിക്കുന്നു എന്ന് അഷ്കർ മറുപടി കൊടുത്തു. ആദ്യമൊക്കെ ആ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാൻ അഷ്കർ മടിച്ചു നിന്നു. തുടർന്ന് നാട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ട് വേഗം ഒരു വണ്ടി പിടിച്ച് അയാൾ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തി. സമയം 4:30 കഴിഞ്ഞിരുന്നു. നെടുമങ്ങാട്ടിലെ പരവൂരിലെ മരിയം ഹോസ്പിറ്റലിലേക്കായിരുന്നു ആ വണ്ടി വിട്ടത്. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ആശുപത്രി ജീവനക്കാർ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോകണമെന്ന് അവിടെ നിന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആംബുലൻസിൽ അവിടെ നിന്ന് കുട്ടിയെ SAT ആശുപത്രി, തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കൃത്യം 6:30 തന്നെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ എത്തിച്ചു. എങ്കിലും ഡോക്ടർ പരിശോധിക്കുന്നതിന് മുൻപേ തന്നെ ആ കുഞ്ഞു ജീവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അർഷിത് 1.5 വയസ്സ് പ്രായം. ആശുപത്രിയിലെ ഡോക്ടർമാർ ആ മരണം സ്ഥിരീകരിച്ചു. അതിനിടയിൽ പല ഡോക്ടേഴ്സും നഴ്സുമാരും അഷ്കറിനോട് കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ ദേഹത്ത് അസ്വാഭാവികമായിട്ടുള്ള പല പാടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ഒരു മരണമല്ല എന്ന് ഡോക്ടർമാരും നഴ്സുമാരും തറപ്പിച്ചു പറഞ്ഞു. കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുമ്പോഴേക്കും കുട്ടിയുടെ അമ്മയായിട്ടുള്ള അഖിലയുടെ ബന്ധുക്കൾ ആ ആശുപത്രി പരിസരത്തേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നുമാണ് ആശുപത്രി അധികൃതർ പോലും അറിയുന്നത് ആ കുഞ്ഞിന്റെ ബയോളജിക്കൽ ഫാദർ അല്ല അഷ്കർ എന്ന്. കുട്ടിയുടെ ശരീരം നോക്കിയപ്പോൾ തന്നെ ആ വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു ഇതൊരു സ്വാഭാവിക മരണമല്ല. കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ കണ്ടപ്പോൾ തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തി. ആശുപത്രി അധികൃതരും പോലീസും കൂടെ ആ കുട്ടിയുടെ ശരീരം വ്യക്തമായി പരിശോധിക്കാൻ ആരംഭിച്ചു. തുടർന്ന് ശരീരം പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയച്ചു. കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛന്റെ വീട്ടുകാർ സംഭവ സ്ഥലത്തെത്തി. പോലീസ് ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ചുള്ളിമാനൂർ സ്വദേശി അഖിലുമായി പ്രണയത്തിലായിരുന്നു അഖില. അടുത്തടുത്ത നാട്ടുകാർ. പ്രണയം അവസാനിച്ചത് അവരുടെ വിവാഹത്തിലും. അഖിലയും അഖിലും തമ്മിൽ ചില വഴക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അഖില 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയി. ഇതിൽ മനം നൊന്ത് അഖില ആത്മഹത്യയും ചെയ്തു. അഖിലിന്റെ മരണശേഷം അഖിലിന്റെ വീട്ടിലേക്ക് വന്നതേയില്ല. അഖിലിന്റെ ബന്ധുക്കളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും അവൾ നിന്നില്ല. ഗർഭസമയത്തും പ്രസവത്തിന് ശേഷവും അവൾ ആ വീടുമായി അകന്നു നിന്നു. ആ കുഞ്ഞിനെ പോലും അവൾ അവരെ കാണിച്ചില്ല. അഖില പിന്നെ ജീവിച്ചത് സ്വന്തം വീട്ടിൽ അമ്മ റീനയ്ക്കൊപ്പമായിരുന്നു. അവിടെ അമ്മ റീനയും റീനയുടെ അമ്മയും ഉണ്ടായിരുന്നു. പ്രസവശേഷം അവൾ 6 മാസമുള്ള കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് പുതിയ പ്രണയത്തിന്റെ പിറകെ പോയി. അഷ്കർ എന്നായിരുന്നു അവന്റെ പേര്. തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു ടാക്സി ഡ്രൈവർ. നെടുമങ്ങാട്ടെ റേഡിയോ പാർക്കിന് സമീപത്ത് അർച്ചിതം എന്ന വാടക വീട്ടിൽ അവൾ പുതിയ കാമുകനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. ഈ ബന്ധം അഖിലയുടെ വീട്ടുകാർ അംഗീകരിച്ചില്ല. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു റീന, അഖിലയുടെ അമ്മ. 6 മാസമായി കുഞ്ഞിനെ നോക്കുന്നതും അവർ തന്നെ. അവർ ജോലിക്ക് പോകുമ്പോൾ റീനയുടെ അമ്മ, അതായത് 80 വയസ്സുള്ള മുത്തശ്ശിയായിരുന്നു കുഞ്ഞിനെ നോക്കിയിരുന്നത്. എന്നാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ മൂലം ആ മുത്തശ്ശിക്ക് ആ കുഞ്ഞിനെ വേണ്ട വിധം നോക്കാൻ സാധിച്ചിരുന്നില്ല. ജീവിതമാർഗമായ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നും നീ നിന്റെ കുഞ്ഞിനെ നോക്കണമെന്നും പറഞ്ഞ് അഖിലയും റീനയും എന്നും വഴക്കായിരുന്നു. അതിനിടയിൽ കുഞ്ഞിനെ തങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് അഖിലിന്റെ വീട്ടുകാർ പലതവണ അഖിലയെ സമീപിച്ചു. അഭിമാനമോ അതോ വാശിയോ, അഖില ആ കുഞ്ഞിനെ ഒരിക്കൽ പോലും
അഖിലിന്റെ വീട്ടുകാരെ കാണിക്കാൻ സമ്മതിച്ചില്ല. ഒടുക്കം അവൾ ആ കുഞ്ഞിനെ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ അഖിലിന്റെ വീട്ടുകാർ റീനയോട് കുഞ്ഞിനെ തരണമെന്ന് റിക്വസ്റ്റ് നടത്തി. റീന കുഞ്ഞുമായി നെടുമങ്ങാട് പോലീസിൽ പരാതി പറഞ്ഞു. പോലീസ് അഖിലയെ വിളിപ്പിച്ചു. പുതിയ ഭർത്താവുമായി ആസ്വദിച്ച് ജീവിക്കുന്ന അഖിലയോട് കുഞ്ഞിനെ നീ തന്നെ നോക്കണമെന്ന് പോലീസ് കടുപ്പിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരം കുഞ്ഞിനെയും കുഞ്ഞിന്റെ സാധനങ്ങളെയും എടുക്കാൻ അഖിലയും അഷ്കറും റീനയുടെ വീട്ടിലേക്കെത്തി. എന്നാൽ അഷ്കറിനെ കണ്ടപാടെ ആ കുഞ്ഞുമോൻ വല്ലാതെ കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപാടെ ദേഷ്യത്തിൽ അഷ്കർ ഇങ്ങനെ പറഞ്ഞു, 5 ദിവസം ഞാൻ നോക്കും, പിന്നെ പുഴുത്ത പട്ടിയെ പോലെയായിരിക്കും ഇവനെ നോക്കുന്നത്. അഷ്കർ ആ കുഞ്ഞിനെ നോക്കി അവന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. ഇത് റീനയ്ക്ക് വല്ലാത്തൊരു ഭയം ജനിപ്പിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് റീന പലതും പറഞ്ഞറിയുന്നത്. തന്റെ മകളും പുതിയ കാമുകനും കൂടി ആ പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു എന്നും അതിന്റെ 2 കൈകളും ഒടിച്ചു എന്നും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി തന്റെ മകളുടെ സ്വഭാവം നന്നായി അറിയുന്ന ആ അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും പരാതി നൽകി. കുഞ്ഞിനെ നോക്കാമെന്നും ആ മകനെ എനിക്ക് തന്നെ തിരിച്ചു വേണമെന്നുമായിരുന്നു ആ പരാതിയിലുണ്ടായത്. എന്നാൽ ഇത്തവണ അഖില കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായില്ല. നിയമപാലകരും കുഞ്ഞിനെ അമ്മ തന്നെ നോക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ കൈകൾ ബോധപൂർവം മകളും കാമുകനും ഒടിച്ചതാണെന്ന് ആ അമ്മ ഡിവൈഎസ്പിയോട് പറഞ്ഞു. എന്നാൽ ആരും അതന്ന് ചെവികൊണ്ടില്ല. ഒരുപക്ഷെ കേൾക്കേണ്ടവർ അതിന്ന് കേട്ടിരുന്നെങ്കിൽ ആ കുഞ്ഞു മകൻ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്നവരും നാട്ടുകാരിൽ ചിലരും പറയുന്നത് കേട്ട് പോലീസും ആ ബന്ധുക്കളും മൂക്കത്ത് കൈവച്ചു പോയി. രാവിലെ മുതൽ രാത്രി വരെ ആ കുഞ്ഞ് നിർത്താതെ കരയുമായിരുന്നു. ഒരു ദിവസം പോലും ആ കുഞ്ഞ് ചിരിക്കുന്നതായിട്ട് ഒരാളും കേട്ടിട്ടില്ല. പലപ്പോഴും കുഞ്ഞ് വരാന്തയിൽ ഒറ്റക്ക് നിന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ വീടിന്റെ ടെറസിന് മുകളിലും ചിലപ്പോഴൊക്കെ അവൻ നിന്ന് കരയാറുണ്ട്. ഈ ഒരു കുഞ്ഞ് വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ടെറസിലേക്കൊക്കെ എത്തുന്നത്? പരിസരവാസികൾക്ക് ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കഥകളായിരുന്നു. അർഷിദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ പോലീസും നാട്ടുകാരും എന്തിന് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് നിറഞ്ഞുപോയി. ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരമാകെ 91 മുറിവുകളായിരുന്നു ഉണ്ടായത്. തല്ലിയും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചും വടികൊണ്ട് ഇടിച്ചും ചതച്ചുമുള്ള പാടുകൾ. നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി 4 വാരിയെല്ലുകൾ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങളിൽ കയറി. അങ്ങനെയായിരുന്നു കുഞ്ഞിന്റെ മരണം. കുഞ്ഞിന്റെ തല പലതവണ ഭിത്തിയിൽ ചേർത്തടിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ചവിട്ടിയ പാടുകൾ, മുറിപ്പാടുകൾ, പലയിടങ്ങളിലായി മുറിഞ്ഞ് ചോര കട്ട കെട്ടിയിട്ടുണ്ട്. കുഞ്ഞു കാലുകളുടെ ഓരോ വിരലുകളും വളരെ ക്രൂരമായി പൊള്ളിച്ചിട്ടുണ്ട്. ഒരായുസിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട വേദനകൾ ആ പിഞ്ചു ശരീരം അനുഭവിച്ചത് വെറും 1.5 മാസം കൊണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കി. ഇതൊരു കുഞ്ഞാണ്, ഒരു പൂവിനെ പോലെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട പിഞ്ചു കുഞ്ഞ്. അതിനോടാണ് ഒരു മനുഷ്യൻ ഇത്രയും നീചമായ ക്രൂരത ചെയ്തത്. പോലീസ് ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോൾ അമ്മയായ അഖില തമിഴ്നാട്ടിലെ ഡാൻസ് പ്രോഗ്രാമും കഴിഞ്ഞ് നേരെ നെടുമങ്ങാട് SAT ആശുപത്രിയിലേക്ക് എത്തി. കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊണ്ടുപോയപ്പോഴാണ് അഖില എത്തിയത്. പോലീസ് അഖിലയെ ചോദ്യം ചെയ്തപ്പോൾ അഖില തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു, അഷ്കർ ഒരിക്കലും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടില്ല. വളരെ സ്നേഹത്തോടെ പൊന്നുപോലെയാണ് അദ്ദേഹം കുഞ്ഞിനെ നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് 3 ദിവസം കുഞ്ഞിനെ ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയത്. കൈയൊടിഞ്ഞ കാര്യം പോലീസ് വീണ്ടും എടുത്തു ചോദിച്ചപ്പോൾ അതിനും അഖില പറഞ്ഞ ഉത്തരം സിറ്റൗട്ടിൽ നിന്നും മുറ്റത്തേക്ക് സൈക്കിളുമായി കുഞ്ഞു വീണു എന്നാണ്. പിന്നീട് അഖില നിർത്താതെ പൊട്ടിക്കരഞ്ഞു. തികച്ചും നാടകീയമായ രംഗങ്ങൾ. അഖിലയെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ചു നിർത്താൻ അഷ്കറും കൂടെ തന്നെയുണ്ട്. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതും അഖില നിശബ്ദയായതും. അഖില പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കള്ളത്തരമാണെന്ന് പോലീസിന് മനസ്സിലായി. കൂടെ അമ്മ റീനയുടെ മൊഴി കൂടെ ആയപ്പോൾ അഖിലയെയും അഷ്കറിനെയും കസ്റ്റഡിയിലേക്ക് എടുത്തു. പോലീസ് അഷ്കർ കുറ്റക്കാരനാണെന്ന് ഏകദേശം നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അയാൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തതെന്ന് അറിയണം. അതിനായി അഷ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും അഷ്കറിന്റെ ആദ്യ ഭാര്യയെ തേടിയെത്തിയത് ആശുപത്രിയിൽ. അവിടെ നിന്നാണ് അഷ്കർ എന്ന കൊടും കുറ്റവാളിയും സൈക്കോയുമായ അവന്റെ മുഖം സമൂഹം തിരിച്ചറിഞ്ഞത്. പാലോട് സ്വദേശിയായിട്ടുള്ള ആമിനയെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അഷ്കർ വിവാഹം കഴിച്ചു. സാമ്പത്തികമായി വലിയ സ്ഥിതിയിലല്ലായിരുന്നു ആമിനയുടെ കുടുംബം. എന്നിരുന്നാലും ഒരു മകളും മകനുമുള്ള ആമിനയുടെ ഉപ്പയും ഉമ്മയും മകളെ നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു. പ്രണയ വിവാഹമായിരുന്നു അത്. ആമിനയെ വിളിച്ചിറക്കി പോകുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ആ കൊച്ചു പെണ്ണ് അനുഭവിച്ചത് നരകയാതന. ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്നുള്ള കൊടും പീഡനം. ഒരിക്കൽ ഓട്ടോറിക്ഷയിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. തല ഭിത്തിയിൽ അടുപ്പിച്ചു, അടിവയറ്റിൽ ചവിട്ടി, മൂക്കിൽ പലതവണ ശക്തിയായി അടിച്ചു. അങ്ങനെ പലതരത്തിൽ അഷ്കർ ആമിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം വീട്ടിൽ പോയതിന് അഷ്കറും സഹോദരിയും ഉമ്മയും കൂടി തല്ലി. പലതവണ തല്ലി ചതച്ചപ്പോൾ ബോധം പോയി. മരിച്ചുവെന്ന് കരുതി അവർ ആമിനയെ ഫാനിൽ കെട്ടി തൂക്കാൻ ശ്രമിച്ചു. കഴുത്തിൽ കയറ് മുറുകിയപ്പോൾ ബോധം വന്ന ആമിന കുതറിയോടി. നിലവിളിച്ചു. അടങ്ങി നിന്നില്ലെങ്കിൽ നിന്നെ കൊന്നു കെട്ടിത്തൂക്കുമെന്ന് അവർ പറഞ്ഞു. സ്വയം തെരഞ്ഞെടുത്ത ജീവിതത്തിൽ പരാതികളും പരിഭവങ്ങളും പറയാതെ ആമിന പിടിച്ചു നിന്നു. ഒടുക്കം ഒരു ദിവസം അഷ്കർ ആമിനയെ കാരണങ്ങളില്ലാതെ അടിച്ചു. പലതവണ അടിച്ചു. തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. അവസാനം ശക്തമായ ഒരടി ആമിനയുടെ സെറിബലത്തിൽ കൊണ്ടു. 2.5 മാസത്തോളം വെന്റിലേറ്ററിൽ കിടന്നു. 13 മാസം കോമ സ്റ്റേജിലും. ഇപ്പോഴും സംസാരശേഷി കൃത്യമായി തിരിച്ചു കിട്ടിയില്ല. ജീവിതത്തിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നു. ആമിനയുടെ വായയിൽ വിഷമൊഴിച്ചും കിണറ്റിൽ തള്ളിയിട്ടും ആ ക്രൂരൻ പലതവണ അവളെ കൊല്ലാൻ ശ്രമിച്ചു.
ഇതൊക്കെ ആമിനയുടെ അമ്മ പല മാധ്യമങ്ങളിലും വെളിപ്പെടുത്തി. 2022 ആമിന അഷ്കറിനെ വിവാഹം കഴിച്ചത്. 2024 ആകുമ്പോഴേക്കും ആമിന ആശുപത്രിയിലുമായി. ഇത്രയും ചെയ്ത ശേഷം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ആമിനയെ കാണാൻ എന്ന വ്യാജേന അഷ്കർ വന്ന് ഉമ്മയെ അടിച്ചു. റോഡിലൂടെ പോകുമ്പോൾ ആമിനയുടെ ഉമ്മയെ പോലും ആ നെറികെട്ടവൻ പലതവണ കൊല്ലാൻ ശ്രമിച്ചു. ആമിനയുടെ അപകട സംഭവം പലതവണയായി നെടുമങ്ങാട് പോലീസിൽ ആ ഉമ്മ പരാതിപ്പെട്ടെങ്കിലും പോലീസിനെ അഷ്കർ സ്വാധീനിച്ചു എന്നാണ് അവർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ വെച്ച് മൃഗീയമായി അഷ്കർ ആമിനയുടെ ഉമ്മയെ പലതവണ തല്ലി. അങ്ങനെ ആ ഉമ്മ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പോലീസിന് മനസ്സിലായിരുന്നു അഷ്കറാണ് ആ പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി കൊന്നതെന്ന്. അതുകൊണ്ട് തന്നെ അഷ്കറുമായി പോലീസ് ആ വാടക വീട്ടിലേക്ക് തെളിവെടുപ്പിനായി പോയി. തെളിവെടുപ്പിനായി അഷ്കറിനെ നാട്ടുകാർക്ക് മുന്നിലൂടെ കൊണ്ടുപോകുമ്പോൾ പലരും ആ സമയത്ത് അഷ്കറിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം അത്രയും വലിയൊരു ദുഷ്ടനെയായിരുന്നു പോലീസ് ആനയിച്ചു കൊണ്ടുപോയിരുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് മുന്നിലേക്കായിരുന്നു ഇട്ടുകൊടുക്കേണ്ടിയിരുന്നത്. ആ പിഞ്ചു കുഞ്ഞിനോട് അയാൾ ചെയ്ത ക്രൂരതകൾ ഒന്നൊന്നായി പോലീസിനോട് കാണിച്ചു കൊടുത്തു. ചില കാര്യങ്ങൾ അയാൾ നേരത്തെ കത്തിച്ചു കളഞ്ഞിരുന്നു. കാരണം തെളിവെടുപ്പിന് വരുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കുഞ്ഞിന്റെ കാലിൽ പൊള്ളിച്ച ലൈറ്റർ, കുഞ്ഞിനെ അടിക്കാൻ ഉപയോഗിച്ച ചില വടികൾ, ഇതൊക്കെ ഒരു കുറ്റബോധവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ആ നെറികെട്ടവൻ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈ സമയത്തൊക്കെ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്ന ആ അഖില, അവൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവൾ ഓരോരോ കാര്യങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി. അഷ്കറുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കിടയിലെ തടസ്സം എന്ന് പറയുന്നത് ആ 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞായിരുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ, അതായത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പല മാർഗങ്ങളും അവർ നോക്കി. ഒടുക്കം അഖില ആ വീട്ടിൽ നിന്നും മാറി നിന്നു. ആ ഒരു സമയത്ത് അഷ്കർ ആ കുഞ്ഞിനെ കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരമ്മയാണോ ഈ സ്ത്രീ? സ്വന്തം സുഖത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഈ സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് അറപ്പ് തോന്നുന്നു. ഇവളെയൊക്കെ പൊതുസമൂഹത്തിൽ മുണ്ടുമുറുക്കി മക്കളെ നോക്കുന്ന അമ്മമാർക്കിടയിലേക്ക് വിട്ടുകൊടുക്കണം. ഇവളെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത ഇത്തരത്തിലുള്ള അമ്മമാർക്കാണ്. ജീവിക്കാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത സ്ത്രീ. അഷ്കർ എന്ന കൊടും ക്രിമിനൽ തക്ക ശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്രയും ബ്രൂട്ടലായി കൊന്ന അഷ്കർ ഇനി കയറി ചെല്ലേണ്ടത് ജയിലിലേക്കാണ്, അതും കേരളത്തിലെ ജയിലിൽ. ആ ജയിലിൽ ഇനി അവനെ കാത്തിരിക്കുന്നത് കൊടിയ പീഡനങ്ങളായിരിക്കും. ചിലപ്പോൾ അവന് ഉറങ്ങാൻ പോലും ആവില്ല. ആദ്യത്തെ പരാതിയിൽ, ആമിന നൽകിയ ആ പരാതിയിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ലോകത്തിനുണ്ടാവുമായിരുന്നു. വിജനമായ പ്രദേശത്തെ ആ വീട്ടിൽ നിന്നും 1.5 വയസ്സുകാരനായ കണ്ണൂസിന്റെ കരച്ചിൽ പലതവണ കേട്ട നാട്ടുകാർക്ക് ഏതെങ്കിലും ഒരാൾ ഒരു ചെറു കൈവിരൽ അനക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ഈ ലോകത്തുണ്ടാകുമായിരുന്നു. വേദനയെടുത്ത് പുളഞ്ഞ് ആ കുഞ്ഞ് നിന്റെ പേര് വിളിച്ച് കരഞ്ഞപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല നിന്റെ സുഖത്തിന് നീ നൽകുന്ന ക്രൂരമായ വേദനയാണിതെന്ന്. കുഞ്ഞെ, നിന്നോട് എനിക്ക് പറയാനുള്ളത് 1000 മാപ്പാണ്. കണ്ണീരോടെ നിന്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പി നിൽക്കുന്നു. നിന്റെ വേദനിപ്പിച്ച അമ്മയിൽ നിന്ന്, ക്രൂരനായ അഷ്കറിൽ നിന്ന്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടാത്ത പോലീസിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, അറിയാതെയെങ്കിലും അവരിൽ ഒരാളായതിൽ